അപ്പം മരിച്ചപ്പോൾ പോലും ഞാൻ കരഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ഇതിൽ കാണുമ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ജോക്കയുടെ ഒരു പുതിയ പടത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഒരു ഇൻ്റർവ്യൂവിൽ മെറീന എന്ന് പറഞ്ഞ നടിയോട് പൊട്ടിത്തെറിക്കുന്നതും അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതുമായിട്ടുള്ള ഈ ഒരു ഇത്രയേറെ കട്ട് ചെയ്തൊരു പോർഷൻസ് നിങ്ങളൊക്കെ ഇതിനോടകം കണ്ടു കാണും. ആ ഒരു കട്ട് ചെയ്ത പോർഷൻ മാത്രം കണ്ടപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ പലർക്കും ഉണ്ടായതായിട്ട് എനിക്ക് അതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. എനിക്കും ആ കട്ട് ചെയ്ത പോർഷൻ മാത്രം കണ്ടപ്പോൾ പല തെറ്റിദ്ധാരണകളുമാണ് ഉണ്ടായത്. അതിനുശേഷം മെറീന വന്നൊരു എക്സ്പ്ലനേഷൻ തന്നതിന് ശേഷമാണ് അങ്ങനെയല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ച പോലെ അല്ല കാര്യങ്ങൾ എന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും ഇപ്പോഴും ആ ഒരു കട്ടിങ്സ് മാത്രം കണ്ടുകൊണ്ട് മെറീന എന്ന് പറയുന്ന വ്യക്തിയെ തെറ്റിദ്ധരിച്ച് ഷൈൻ ടോം ചാക്ക ചോദിച്ചാൽ എന്തുകൊണ്ട് മെറീന ഉത്തരം പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെറീന വല്ലാത്ത രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെ ഷൈൻ ടോം ചാക്ക ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഒരു സഹനടിയോട് അല്ലെങ്കിൽ ഒരു കൂടെ ഇരിക്കുന്ന ഒരാളോട് ഇങ്ങനെ പെരുമാറിയ ഒരു പെരുമാറ്റത്തിനോട് ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നില്ല. ഷൈൻ ടോം ചാക്കയ്ക്ക് മാന്യമായിട്ട് ചോദിക്കാമല്ലോ കാര്യങ്ങളൊക്കെ. വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് മറ്റൊരാളെ വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പൊതുവേ ഷൈൻ ടോം ചാക്കയുടെ ഇങ്ങനെയുള്ള പെരുമാറ്റം മിക്ക ആളുകൾക്കും ഇഷ്ടപ്പെടാറില്ല. എല്ലാവരും സഹിച്ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. എന്നിരുന്നാലും ഈ ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ ഷൈൻ ടോം ചാക്കോയോട് പറയുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്ന ഷൈൻ ടോം ചാക്കയുടെ മുന്നിലേക്കാണ് ഇങ്ങനെ ഒരു പോയിന്റ്. മെയിൽ ആക്ടർമാരായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു, ഫീമെയിൽ ആക്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ള ഒരു പോയിന്റ് എടുത്തിടുകയും അതിൽ പിടിച്ച് കയറി ഷൈൻ ടോം ചാക്കോ ഇത്ര റേസ് ആകുകയും ചെയ്തത്. എങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോ ഇത്രയധികം പൊട്ടിത്തെറിക്കുന്ന ഈ ഒരു ബിഹേവിയറിലേക്ക് പോയത് എന്ന് അറിയണമെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ തുടക്കം കാണണം. അതിനുശേഷം ഷൈൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ഉണ്ടായ ആ സാഹചര്യത്തിൻ്റെ വീഡിയോ നമുക്ക് കാണാം. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകളൊക്കെ മാറണമെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ മറീന തന്നിട്ടുണ്ട്. ആ ഒരു എക്സ്പ്ലനേഷനോടെ കണ്ടു കഴിയുമ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതല്ല സംഭവം എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. എന്തായാലും ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ തുടക്കം നമുക്ക് കാണാം. ചേട്ടാ, എനിക്കൊരു സംശയമുണ്ട്. ഷൈൻ്റെ ഈ പ്രവൃത്തിയോട് ചേട്ടൻ എന്താണ് തോന്നുന്നത്? എനിക്ക് ചില സമയത്ത് ദേഷ്യം വരും, ചില സമയത്ത് നല്ല ഇഷ്ടം തോന്നും. എനിക്ക് നല്ല ദേഷ്യം വരുന്നു. ആ ദേഷ്യം കാണിച്ചിട്ട് ഒന്ന് തുടങ്ങിയാൽ മതി. ആ ദേഷ്യം നല്ല ദേഷ്യം വരുമ്പോ എന്താ ചെയ്യാ നമ്മള്? ഇടി തരും, അടി തരും. ഷൈനി കാണിക്കുന്നത് ശരിയല്ല എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നില്ല. അപ്പം വിവേകാനന്ദൻ നേരിട്ട് ഇടപെടാൻ ദേഷ്യം വന്നു എന്ന് പറഞ്ഞു. ആ വർക്ക് ചെയ്ത സമയങ്ങളിൽ ദേഷ്യം വന്നിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യത്തിൽ ഞാൻ ആസ് എ ഫ്രണ്ട് വളരെ ഓപ്പൺ ആയിട്ട് ഷൈനോട് പറയാണ്. ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ദേഷ്യമല്ല, പക്ഷെ അത് പറയണം എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഷൈൻ കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്ര സ്പേസ് വേണം? അല്ല, അയാളോട് ചോദിക്കുന്ന ചോദ്യത്തിനെങ്കിലും അറ്റ്ലീസ്റ്റ് അയാൾക്ക് ഉത്തരം പറയാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. ദേഷ്യപ്പെടുന്നല്ല ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ വീട്ടിലെ പെണ്ണ് ഒന്ന് അച്ഛൻ അമ്മ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് വല്ലവ സംസാരിച്ചോ? അങ്ങനെയാണ് കോൺവെർസേഷൻസ്. ഷൈൻ അറ്റ്ലീസ്റ്റ് ഷൈനോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഷൈൻ ഒരു വാക്ക് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ വേറെ ആൾ കയറി സംസാരിക്കുമ്പോൾ നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സ്പേസ് കിട്ടില്ലല്ലോ. ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കയറരുതെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ ഞാൻ. സോ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സംസാരം കഴിഞ്ഞോ? സംസാരിക്കാം. ഓക്കെ, പേഴ്സണൽ സ്പേസിലേക്ക് കയറിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്റർവ്യൂ അല്ലേ? അതിനായിരിക്കും അതിനെ പറ്റി പറയാനുള്ളത്. അല്ല, ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നതാണോ ഇന്റർവ്യൂ? ഒരിക്കലല്ല. ഇവള് ഇടയിൽ കയറി ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു ഇടയിൽ കയറി സംസാരിച്ചാണോ? ആണോ? ഞാൻ സംസാരിക്കും. ഇപ്പൊ ഇത് സംസാരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ സംസാരിച്ചു. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കഴിഞ്ഞിട്ടാണ് സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ അതിനു മുന്നേ വീട് സംസാരിച്ചു, നിങ്ങളോട് ചോദിച്ചിട്ടില്ല. അത് സംസാരത്തിൽ സംഭവിക്കുന്നതാണ്. അതെന്നെ അങ്ങനെ മാറ്റുക. അവിടെ ആക്ടർ പറഞ്ഞ വളരെയധികം ശരിയായിട്ടുള്ള കാര്യമാണ്. ഷൈൻ പല ഇൻ്റർവ്യൂകളിലും പലരും പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോടും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി അവർ പറയുന്നതിനേക്കാളും മുമ്പിൽ ടേക്ക് ഓവർ ചെയ്ത് ഷൈൻ പറയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു പ്രവണത അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നൊരു കാര്യം പല ആൾക്കാർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അത് തന്നെയാണ് ഇവിടെ മുഖത്ത് നോക്കി ആ ആക്ടർ ഷൈനോട് പറഞ്ഞത്. ഇവിടെ മുതലാണ് ഷൈന് പൊളിഞ്ഞു തുടങ്ങിയത്. അതായത് ഷൈനോട് ഇതേവരെ ആരും ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഷൈൻ ഒരാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് വളരെയധികം മോശമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റേ ആൾ പറഞ്ഞു
മുഴുപ്പിക്കുന്നതിന് മുമ്പ് ഷൈൻ അതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നതും അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതും മോശമാണെന്ന് തന്നെ ഷൈൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അത് ഷൈൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന് ഷൈൻ കൗണ്ടർ ചെയ്യാൻ നോക്കുന്നു, എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെ പറയുന്നു. പക്ഷേ അതൊന്നും വാലിഡ് ആയിട്ടുള്ള കാര്യമല്ല. അതിൻ്റെ ഇടയ്ക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് ഇടയ്ക്ക് കയറി പറഞ്ഞാണെന്ന് ചോദിക്കുന്നു. പക്ഷേ ഷൈൻ അങ്ങനെ ഓൾ ദ ബെസ്റ്റ് പറയുന്നത് പോലെ അല്ലല്ലോ ഇടയ്ക്ക് കയറുന്നത്. ഷൈൻ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇടയ്ക്ക് കയറിയിട്ട് അത് പറഞ്ഞ് വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി ചാടി തുള്ളിയൊക്കെ അല്ല പോകുന്നത്. അതും ആ ഓൾ ദ ബെസ്റ്റ് പറയുന്നത് തമ്മിൽ കമ്പയർ ചെയ്ത് തന്നെ ഒരു മണ്ടത്തരമാണ്. എനിവേ ഷൈൻ്റെ ആ പ്രകൃതം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം പല ആൾക്കാർക്കും ഇഷ്ടമല്ല എന്ന് ആ ഒരു നടി വ്യക്തമായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു. എന്തായാലും ഷൈൻ്റെ ആ ഒരു ക്യാരക്ടർ നിങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു വെക്കുക. ഷൈൻ്റെ ഇങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത്. അത് പറയാനൊരു കാരണമുണ്ട്. ഞാൻ എന്തായാലും അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഷൈൻ ഇങ്ങനെ വല്ലാതെ ദേഷ്യപ്പെട്ട് ആണുങ്ങൾ എന്ന് പറയുമ്പോൾ എന്നെ കൂടിയാണോ, ഞാനല്ലേ, ഞാൻ ഒരാണല്ലേ, അപ്പോൾ എന്നെ കൂടി ചേർത്താണോ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ആ ഒരു ഭാഗമാണ് കാണാൻ പോകുന്നത്. അതിലേക്ക് ചെന്ന് എത്തുന്ന ഒരു ഭാഗമാണ് കാണാൻ പോകുന്നത്. എന്തായാലും അത് കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കും പേഴ്സണലി പറഞ്ഞ പോലെ എനിക്കും എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാനുള്ള കാരണം വയസ്സ് എത്രയായെന്ന് പറഞ്ഞിട്ട് പ്രശാന്ത് നായർ എന്ന് പറഞ്ഞ ആക്ടറിന്റെ കൂടെ ഞാനൊരു സിനിമ വർക്ക് ചെയ്തു. ഞാൻ കൃത്യമായിട്ട് പറയണത് ഉണ്ടായ സംഭവമാണ്. ആ പടം ചെയ്യുന്ന സമയത്ത് ഡസ്റ്റ് അലർജി അടിച്ചിട്ട് എനിക്ക് 3 ദിവസം ശ്വാസം കിട്ടുന്നില്ല. 4ാമത്തെ ദിവസം രാവിലെ പ്രൊഡക്ഷനിൽ ചേട്ടൻ ചായ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബ്രീത്ത് കിട്ടുന്നില്ല. അപ്പൊ അവരെന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വടകരയുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് അവർ 3 ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു, കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞു. കാരണം ശ്വാസം കിട്ടാത്തതുകൊണ്ട് മറ്റേ ഇത് ചെയ്യാൻ പറഞ്ഞു, എന്താ പറയുന്നത്, നെബുലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പ്രൊഡ്യൂസർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഏതോ ഒരു ഡോക്ടറെയും കൂട്ടി വന്ന് ICU അവർ മാറ്റിയാണ്, ICUയിൽ ചുമ്മാ ഇരുത്തി. അതിൻ്റെ അകത്ത് കയറി വന്ന് ഡിസ്ചാർജ് എഴുതി മേടിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു എന്നെ കൊണ്ട്. സെയിം ഡേ എന്നെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചു. പിറ്റേ ദിവസം മാത്രമേ ഇത്തിരി ഓഫ് തന്നു, കാരണം അത്രയും മോശം അവസ്ഥയായിരുന്നു. എന്നിട്ട് ഈ ആളുകൾ തന്നെ ഞാൻ ഷൂട്ടിന് സഹകരിക്കുന്നില്ല എന്ന് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ട് അവിടുന്ന് ആ അസോസിയേഷനിലെ ആളുകൾ എല്ലാവരും ഓരോരുത്തരായി എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്കുള്ള എക്സ്പീരിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഞാൻ പേയ്മെന്റ് ചോദിച്ചതിന് ശേഷമാണ്. ഞാൻ വന്നൊരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റത്തെ എന്റെ ഷെഡ്യൂളിലെ പേയ്മെന്റ് ചോദിച്ചു. കാരണം ഞാൻ എന്റെ ഹെൽത്തും കൂടെ സാക്രിഫൈസ് ചെയ്തിരുന്ന വർക്കാണ്. അപ്പൊ അവർക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് വന്നപ്പോൾ തന്നെ പേയ്മെന്റ് ചോദിക്കാൻ ആരാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അവർ വേഗം അസോസിയേഷനിൽ അങ്ങ് വിളിച്ച് പറയുക ചെയ്യുന്നത്. ഇതൊരു മെയിൽ ആക്ടർ ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രശാന്ത് ആണ് അവിടെ ഇഷ്യൂ ഉണ്ടാക്കുന്നത് വെച്ചാൽ അവർ ഇരുന്ന് സംസാരിക്കും പ്രശാന്തിന്റെ അടുത്ത്. എന്റെ കേസ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മളിപ്പോ മെയിൽ ആക്ടർ ആണെങ്കിൽ എന്നുള്ളതല്ല, ആ വ്യക്തി ആണെങ്കിൽ എനിക്ക് ആ സിറ്റുവേഷനിൽ വളരെയധികം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇന്ന് ഇൻഡസ്ട്രിയിലെ മമ്മൂക്കയും മോഹൻലാലും എന്തുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുള്ളതും സഹകരിച്ചിട്ടുള്ളതും. മെയിൽ ആയതുകൊണ്ടെന്നുള്ളതില്ല, അത് വ്യക്തിഗത മാത്രമാണ്. കൃത്യമാണ്. ഇല്ല, ഇവർ പറഞ്ഞതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണെങ്കിൽ എന്ന് പറഞ്ഞു, ആണുങ്ങളാണെന്നുള്ള വ്യത്യാസമല്ല, അതിനുള്ള വ്യക്തികളുടെ വ്യത്യാസമാണ്. ഞാനാണല്ലേ അപ്പൊ ആണെന്ന് പറഞ്ഞാൽ ഞാനാണ് പെട്ടില്ലേ, ഞാൻ പ്രതികരിക്കണം, പെരുമാറണം. അതാ അപ്പൊ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാ ഞാൻ പറയുന്നത്, അതാണ് എന്റെ തർക്കം. ആണ് എന്ന് അപ്പൊ ഇങ്ങനെ പറയും. വ്യക്തികളുള്ള വ്യത്യാസമാണത് അല്ലേ? അങ്ങനെ ആണോ വ്യക്തികളുള്ള? നമ്മൾ ലാസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു പടം ചെയ്തു. അവിടെ ആർട്ടിസ്റ്റുകൾ 2 മെയിൽ ആർട്ടിസ്റ്റുകൾ തന്നെ. അവർക്ക് ക്യാരവാൻ ഉണ്ട്. എനിക്കൊരു റൂം തന്നു, ബാത്റൂം. എന്തുകൊണ്ട് അവര് താൻ മെയിൽ ആക്ടർ എന്ന് പറയുന്നു, ആ വ്യക്തിയുടെ പേര് പറഞ്ഞു, 2 പേരുടെ ആ വ്യക്തികളല്ലേ? അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ലൊക്കേഷനിൽ പോലും അവന്റെ അടുത്ത് എന്താ പറയാ, ഇവർക്ക് നല്ല ക്യാരവൻ കൊടുക്കണം. അങ്ങനെയുണ്ടോ ഇവിടെ? നമ്മൾ ക്യാരവൻ വണ്ടി കൊടുത്തിട്ടില്ലേ? അപ്പൊ തന്നെ ഞാൻ പെട്ടില്ല അതില്. അപ്പൊ ബാക്കി ചെയ്യുന്ന ആളുകൾ ഞാൻ അപ്പൊ ആ വ്യക്തികൾ 2 വ്യക്തികളുടെ പേര് പറ. ആ വ്യക്തികളുടെ ഞാൻ ചോദിച്ചൊരു കാര്യം, എല്ലാ വ്യക്തികളുടെ കാര്യം പേര് പറ. അത് അങ്ങനെ പറഞ്ഞു. മെയിൽ എന്ന് പറഞ്ഞ മെയിലിനാണല്ലേ? അപ്പൊ ആ വ്യക്തികളുടെ പേര് പറ. ഷൈൻ അങ്ങനെ ചെയ്യുന്നു ഇവരാരും പറഞ്ഞില്ല. അത് പറഞ്ഞില്ല. മെയിൽ ആയത് നടക്കുന്നു പറഞ്ഞില്ലേ? അത് പറഞ്ഞില്ലേ? അതൊക്കെ മെയിലിന് എന്തിനു ഉപയോഗിക്കണം? വ്യക്തിന് പറഞ്ഞൂടെ? വ്യക്തിനല്ലേ പറയേണ്ടത്? അപ്പൊ പിന്നെ കുറ്റം പറയാൻ പാടില്ല. മെയിൽ കൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയണം. ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞോ? മെയിൽ പറഞ്ഞു ഞാൻ പെട്ടില്ലേ? സ്ത്രീ എന്ന് പറഞ്ഞു പാടില്ലേ? എനിക്ക് ഷൈനും മെയിലാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്ത്രീ കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? കുറ്റം പറയണ്ട. ഇവിടെ
ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ഒരു പോർഷൻ, ഈ ചൂടാവുന്ന പോർഷൻ മാത്രം കട്ട് ചെയ്ത് നിങ്ങൾ ഒരുപാട് പേര് കണ്ടു കാണും. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയതും എനിക്ക് തോന്നിയതുമായിട്ടുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഇവർക്കുണ്ടായൊരു മോശം അനുഭവം കാരണം എല്ലാ ആണുങ്ങളെയും കോമൺ ആയിട്ട് ബ്ലെയിം ചെയ്യുന്നു എന്നൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയായിരുന്നു, നിങ്ങൾക്ക് തോന്നിയില്ലെന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കങ്ങനെ തോന്നിയായിരുന്നു. ഇതുപോലെ തന്നെ ഇവരെന്തുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല, രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നു, ഷൈൻ അത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇവർ അവരുടെ പേര് പറയുന്നില്ല എന്നൊരു കാര്യം എനിക്ക് തോന്നിയായിരുന്നു. നിങ്ങൾക്കും തീർച്ചയായിട്ടും തോന്നിക്കാണും. കാരണം ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ അങ്ങനെ ഞാൻ കാണാനിടയുമായി. എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇവിടെ അവരത് പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ ഷൈനോട് ആ ആക്ട്രസ് പറയുന്ന ഒരു കാര്യം നിങ്ങളെ ഞാൻ കാണിച്ചു തന്നില്ലേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇതുപോലെ കൗണ്ടർ ചെയ്യുക, അവരെ പറയാൻ സമ്മതിക്കാതിരിക്കുക, ആ ഒരു സ്വഭാവം ഷൈൻ്റെ കൊള്ളില്ല എന്ന് പറഞ്ഞില്ലേ. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ അതാണ് ചോദിച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ടോ എന്ന്. ആ ഒരു സ്വഭാവമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഇവിടെ ആ ഒരു വ്യക്തി പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മുഴുവിപ്പിക്കാൻ ഷൈൻ സമ്മതിക്കുന്നില്ല. അവർ പല രീതിയിൽ അത് പറഞ്ഞ് മുമ്പോട്ടേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഷൈൻ സമ്മതിക്കുന്നില്ല. ഷൈൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞതുപോലെ അവിടെ തന്നെ നിന്ന് അവിടെ അലറി വിളിച്ച് നിൽക്കുകയാണ്. പേഴ്സണലി അവർക്കത് വിഷമം ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷനാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയും കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വിഷമം വരും. അവരത് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ ഷൈനാണ് സമ്മതിക്കാതിരുന്നത്. ഷൈൻ അങ്ങനെ പെരുമാറിയില്ലായിരുന്നെങ്കിൽ, ഷൈൻ ഇങ്ങനെ റൂഡായിട്ട് പെരുമാറിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആക്ട്രസ് കാര്യങ്ങൾ പറഞ്ഞ് മുഴുവിപ്പിച്ചേനെ. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് തുടക്കത്തിൽ ആ ആക്ട്രസ് പറഞ്ഞത് പലരും പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ കൗണ്ടർ ചെയ്യുന്നത് ഒരു മോശം സ്വഭാവമാണ് എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ പ്രശ്നം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഷൈൻ ഇപ്പോൾ ചെയ്ത ഒരു വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവർ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ ശ്രമിച്ചൊരു കാര്യത്തിനെ മുഴുവനായി കേൾക്കാതെ ചാടി പുറപ്പെട്ട് അതിനെ ജഡ്ജ് ചെയ്ത് അത് വേറെന്തോ ആണ് പറഞ്ഞു വരുന്നത്, മെയിൽസിനെ എല്ലാം കോമൺ ആയിട്ട് ബ്ലെയിം ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ അതിനെ വേറൊരു രീതിയിലേക്ക് വളച്ചൊടിക്കുകയാണ് ഷൈൻ ചെയ്തത്. അവർക്കാണെങ്കിൽ മുഴുവനും പറയാൻ സാധിച്ചില്ല. ഈ ഒരു പോർഷൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ, അവർക്കത് മുഴുവനായിട്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സൈബർ അറ്റാക്കുകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്, അതായത് 2 ആണുങ്ങൾ ചെയ്ത കാരണം ഒരുപാട് എല്ലാ ആണുങ്ങളെയും കോമൺ ആയിട്ട് ഇവർ ബ്ലെയിം ചെയ്യുന്നു. അതുപോലെ തന്നെ 2 വ്യക്തികൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല, അങ്ങനെ പേര് പറയാതിരുന്നാൽ പല ആൾക്കാരെ സംശയിക്കില്ല എന്നുള്ള സംശയങ്ങളൊക്കെ എല്ലാവർക്കും തോന്നാൻ കാരണക്കാരനായത് ഷൈൻ മാത്രമാണ്, അത് അവരല്ല. അത് പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് പറഞ്ഞപ്പോഴാണ് ഷൈൻ ചെയ്തതാണ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് മനസ്സിലാക്കി തരണമെന്ന് തോന്നി. കാരണം ഇപ്പോഴും ഞാൻ കുറച്ച് മുമ്പേ കൂടി ഒരു പോസ്റ്റ് കാണാനിടയായി, ഇങ്ങനെ ഒരു പോസ്റ്റ് ഷൈൻ ചോദിച്ചത് എന്താണ് തെറ്റ്, എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ബ്ലെയിം ചെയ്തിട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ശരിക്കും അറിയണമെങ്കിൽ അവർ ഇൻസ്റ്റഗ്രാമിലിട്ട് ആ പോസ്റ്റ് നിങ്ങളൊന്ന് കാണണം. ഇന്റർവ്യൂവിന്റെ താഴെ വന്നിരിക്കുന്ന ഒരുപാട് കമന്റ്സ് ആണുങ്ങൾക്കെതിരെ പറഞ്ഞു, ഇവള് ഫെമിനിസ്റ്റ് ആണ്, ഇവള് വിക്ടിം കാർഡ് പ്ലേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ എല്ലാ ആണുങ്ങളും എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞതല്ല. ഈവൻ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന എന്റെ സുഹൃത്തായിട്ടുള്ള ഷൈനിനെ പോലും അല്ല ഞാൻ പറഞ്ഞത്. ചില ആളുകൾ, ആ ചില ആളുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് ആണുങ്ങളായതുകൊണ്ട് അങ്ങനെ ആണുങ്ങൾ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് പേഴ്സണലി ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാരണം ഒരു ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ്. ഞാനൊരു സിനിമ ചെയ്യായിരുന്നു ട്രിവാൻഡ്രത്ത്. ആ സിനിമയിൽ 2 മെയിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പം ആസ് എ ഫീമെയിൽ എനിക്കന്ന് ഫിസിക്കലി പീരിയഡ്സ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പീരിയഡ്സ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈവൻ ഒരു റൂം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു നല്ല ബാത്റൂമും കൂടെ വേണം, നമ്മൾ ആഗ്രഹിക്കുമല്ലോ, വേണമല്ലോ. കാരണം ഫിസിക്കലി നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അപ്പം ആദ്യത്തെ ദിവസം സിനിമയിൽ വന്ന സമയത്ത് എനിക്കൊരു റൂം തന്നത്, ഒരു പ്രോപ്പർ ബാത്റൂം പോലും ഇല്ല. പക്ഷെ മെയിലായിട്ടുള്ള അവിടുത്തെ ലീഡ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള 2 പേർക്ക് അവർ ക്യാരവൻ കൊടുത്തിട്ടുണ്ട്. ഈ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞാനിത് സംസാരിച്ച്, അതായത് ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ബാത്റൂം പോലും ഇല്ല ചേട്ടാ, എന്താ ചെയ്യാന്ന് അങ്ങനെ സംസാരിച്ചപ്പോൾ അതിൽ വളരെ നല്ല രീതിയിൽ അവർ നല്ല മാന്യന്മാരായതുകൊണ്ട് അവർക്ക് കുറച്ച് മനസ്സലിവ് ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു വേണമെങ്കിൽ നീ ക്യാരവൻ യൂസ് ചെയ്തോട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പിന്നെ അത് കംഫർട്ടബിൾ ആയില്ല, കാരണം അത് അവർക്ക് പ്രൊവൈഡ് ചെയ്തതാണല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിന്റെ പുറകെ പോയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം, അതൊരു ഇൻസിഡന്റ് ആണ്. അപ്പൊ ഞാൻ ഈ ആണുങ്ങൾക്കെതിരെ മുഴുവനല്ല സംസാരിച്ചത്. ഈ വ്യക്തികൾ എന്റെ അടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ വ്യക്തികളുടെ പേര് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാണെങ്കിൽ പോലും അത് ആ സിറ്റുവേഷനിൽ നെഗറ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് സംഭവം. ഷൈൻ ഇടയ്ക്ക് കയറി ഇന്റർഫിയർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു സംഭവം മുഴുവനായിട്ട് അവർ പറഞ്ഞു മുഴുപ്പിച്ചേനെ. ഷൈൻ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊന്നുമല്ല അവർ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ആ വ്യക്തികളുടെ പേര് പറയാത്തത് എന്തുകൊണ്ടാണെന്നും ഇപ്പോൾ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഷൈൻ ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഷൈൻ കാരണം ആ പെൺകുട്ടിക്ക് ഇപ്പോൾ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ആ പെൺകുട്ടി എന്തോ വലിയ അപരാധം പറഞ്ഞു എന്ന രീതിയിൽ മറ്റുള്ളവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾ ജഡ്ജ് ചെയ്തുകൊണ്ട്, ആ കാര്യം പോലും അല്ലായിരിക്കും അവർ പറയുന്നത്, പക്ഷേ എന്നാലും നിങ്ങൾ അത് ജഡ്ജ് ചെയ്തുകൊണ്ട് അത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോവാണ്. പലരും അത് മിണ്ടാതെ കേട്ടിരിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയാണ്, അല്ലാതെ ഷൈൻ അത് പറയുന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ട് കേട്ടിരിക്കുന്നതല്ല.
ഇനിയെങ്കിലും അത് മനസ്സിലാക്കി പെരുമാറിയാൽ കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കുട്ടി സിനിമാ ഫീൽഡിൽ നടക്കുന്ന പല വേർതിരിവുകളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ഈ കുട്ടി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. എന്നാലും ഞാൻ എപ്പോഴും സേഫായിട്ട് സെക്യൂർ ആയിട്ടും ഇരിക്കാൻ എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പം ഈ സിനിമയിൽ തന്നെ അവര് ഈ ട്രിവാൻഡ്രത്ത് നടക്കുന്ന പടത്തിന് അവർ അക്കോമഡേഷൻ തന്നത് ഒരു ബാർ ഹോട്ടലിലാണ്. അപ്പം എന്നും ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ആദ്യത്തെ 2 ദിവസം വന്നപ്പോൾ ഫുള്ളും നിറച്ച് കള്ളുടിച്ച ആളുകളാണ് സെറ്റിന്റെ താഴെ, ഐ മീൻ ഹോട്ടലിന്റെ താഴെ. അപ്പം എനിക്ക് മുകളിലേക്ക് ഞാൻ കയറിപ്പോയി, അസിസ്റ്റന്റ് വേറെ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഞാൻ ഡ്രൈവർ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നിർത്തി, ഞാൻ ഇറങ്ങി അങ്ങ് ഓടും കേട്ടോ. അശ്വിൻ എന്നാണ് എൻ്റെ അസിസ്റ്റന്റ് പേര്. ഞാൻ അശ്വിൻ ചേച്ചി ഓടുവേ, അപ്പോൾ രാവിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി അകത്ത് കയറി. പിന്നെ എനിക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം താഴെ നിറച്ച ആളുകളാണ്. ഒറ്റയ്ക്കൊരു പെൺകുട്ടി ഇറങ്ങുമ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ വിചാരിക്കണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും പറയണ്ട, ടോർച്ചർ ചെയ്യണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പം 2 പ്രാവശ്യമൊക്കെ ഇങ്ങനെയാണ്. അപ്പം ഭക്ഷണമാണെന്നുണ്ടെങ്കിലും ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാനൊക്കെ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് താഴെ പോയി മേടിക്കണം. അപ്പോൾ താഴെ പോകാനും കംഫർട്ടബിൾ അല്ല, ഒന്നിനും ഒരു കംഫർട്ടബിളോ ഒരു പേടി പോലെ. അപ്പം ഞാൻ അതുകൊണ്ട് അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് ഹോട്ടൽ മാറ്റിത്തരുമോ, നിങ്ങളൊരു ബാറിൻ്റെ അടുത്തൊക്കെ ഉള്ളൊരു ഹോട്ടലല്ല, അതൊരു ഇനിയിപ്പം വേറെ വലിയ ഫെസിലിറ്റീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു നല്ലൊരു ഹോട്ടലിലേക്ക് മാറ്റിത്തരുമോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. 2 ദിവസം സംസാരിച്ചു. ഞാൻ തിരിച്ച് കൊച്ചിയിൽ വീട്ടിൽ വന്ന് ബ്രേക്കിന് വന്നു. തിരിച്ച് ഞാൻ പോയപ്പോഴും ഹോട്ടലില്ല. ഇവർ പറയുന്നത് റൂമില്ല ഹോട്ടലില്ല എന്നാണ്. അവസാനം ഞാൻ തന്നെ ട്രിവാൻഡ്രത്ത് വിളിച്ച് സംസാരിച്ച് നല്ലൊരു ഹോട്ടൽ ഞാൻ തന്നെ ഇനീഷ്യേറ്റ് എടുത്തിട്ട് ഞാൻ സംസാരിച്ച് പ്രൊഡക്ഷൻ അത് മേടിച്ചെടുത്തു. അപ്പൊ ഇനി നാളെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ എന്തെങ്കിലും ഒന്ന് പറ്റി, അല്ലെങ്കിൽ ആരെങ്കിലും കയറി പിടിച്ചു, ഞാനൊരു കംപ്ലൈന്റ് പറഞ്ഞാൽ അവരെന്താ ചോദിക്കുക, നിങ്ങൾ ചോദിച്ചു മേടിക്കണമായിരുന്നുള്ളൂ, നിങ്ങൾ പറയണമായിരുന്നു എന്ന് അവർ പറയില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഫൈറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ പറയുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടോ ഗതികേടൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ആണുങ്ങൾ എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറി എന്നൊന്നുമല്ല. എന്നോട് മാന്യമായിട്ട് എന്നോട് നല്ല രീതിയിലും പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. എന്താ പറയാ, എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത ഒത്തിരി ആളുകൾ സിനിമയിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് സംസാരിക്കുകയാണെന്നുള്ളതുകൊണ്ടല്ല. ഇത് ഫെമിനിസ്റ്റ് അല്ല, ഇതൊരു തരം ഗതികെട്ട അവസ്ഥയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പോലും സംസാരിക്കേണ്ടി വരുന്നത്. അപ്പം റിപ്പീറ്റഡ്ലി നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ച് മേടിച്ച് നമ്മളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സമയത്ത് സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലും ആൾക്കാരില്ല എന്ന് തോന്നുമ്പോൾ എണീറ്റ് പോകല്ലാതെ വേറെ എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ആ കുട്ടിക്കുണ്ടായി ഈ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുകയായിരുന്നു ആ കുട്ടി. അത് പറയുന്ന നേരത്ത് അത് പറയാൻ സമ്മതിക്കാതെ ആണുങ്ങളെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഷൈൻ ഇടയ്ക്ക് കയറി അത് മൊത്തം അലങ്കോലമാക്കി. ആ പെൺകുട്ടി ഇപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആര് കാരണം? ഷൈൻ കാരണം. ഷൈൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന സ്വഭാവം കാരണം. ആ ഒരൊറ്റ സ്വഭാവം കാരണമാണ് ആ പെൺകുട്ടിക്ക് ഇപ്പോൾ ഇവിടെ വന്ന് നിന്ന് കരഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വന്നത്. കാരണം അത്രയധികം സൈബർ അറ്റാക്കാണ്. ഷൈൻ അങ്ങനെ വെച്ചാൽ നീ എന്താണ് മറുപടി പറയാത്തത്, എന്തിനാണ് നീ എല്ലാ ആണുങ്ങളെയും ബ്ലെയിം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സൈബർ അറ്റാക്കുകൾ ആ കുട്ടിക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഷൈൻ പറഞ്ഞുണ്ടാക്കിയതാണ്. ആ കുട്ടി അതൊന്നും അല്ല ഉദ്ദേശിച്ചിരുന്നത്. ആണ് വ്യക്തമായിട്ട് ആ ആക്ട്രസ് തുടക്കത്തിലും പറഞ്ഞത് ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന ഷൈൻ്റെ സ്വഭാവം മാറ്റണം എന്നുള്ളത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വഴക്കുണ്ടാവും എന്ന് കരുതിയാണ് ആ പെൺകുട്ടി മാന്യമായിട്ട് മൈക്കോടെ എറിഞ്ഞു കളഞ്ഞിട്ട് അത് ഇറങ്ങിപ്പോയത്. ഷൈൻ ഇതുവെല്ലാം മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സത്യത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇന്റർവ്യൂവിലും ഒരു ഇതിലും എനിക്കിങ്ങനെ ഫേക്ക് ചെയ്ത് മടുത്തു. ആസ് എ പേഴ്സൺ എനിക്കിങ്ങനെ ഞാൻ ഭയങ്കര ബോൾഡാണ് എന്നുള്ളത് ഫേക്ക് ചെയ്ത് എനിക്ക് മടുത്തു. ഞാൻ അത്ര ബോൾഡൊന്നുമല്ല, ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. ഞാൻ എൻ്റെ വീട്ടിലുള്ള ആളുകളുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ എന്തോ ഒരു ധൈര്യം കൊണ്ടാണ് ഞാൻ സർവൈവ് ചെയ്ത് പോകുന്നത്. ആൾക്കാർ എൻ്റെ അടുത്ത് മോശമായിട്ട് പോലും സംസാരിക്കരുത്, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു അപ്രോച്ച് വരാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു പേഴ്സണാലിറ്റിയിലാണ് ഞാൻ പോകുന്നത്. അത് ഒരുപാട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാവും. ഈ ഇന്റർവ്യൂ ഇതുപോലെ സ്ക്രിപ്റ്റഡ് അല്ല. ഇതിപ്പോൾ ഞാൻ ആക്ച്വലി കരയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിത് എവിടെയെങ്കിലും ഒന്ന് പറയണം. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഞാൻ ഇങ്ങനെ കരയും. അപ്പം ഒരു ഇന്റർവ്യൂവിന് പോയി എനിക്ക് പറയുമ്പോൾ എനിക്കറിയാം എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആവും എന്നുള്ളത്. പക്ഷെ ഇതിപ്പം ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടത് ഇങ്ങനെ വരികയാണ്. ഒരുപാട് കോളുകൾ വരുന്നതുകൊണ്ട് എനിക്ക് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. പണ്ടും ക്യാരവാൻ ഇല്ലാതെ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഉർവശി ചേച്ചിയും ശോഭന ചേച്ചിയും എല്ലാവരും സെറ്റിൽ നിന്നും ബെഡ്ഷീറ്റ് വിരിച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ എൻ്റെ സിറ്റുവേഷനിൽ ഞാൻ ഏതെങ്കിലും സെറ്റിൽ നിന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സെറ്റിൽ പോകുമ്പോൾ അവർ പറയും അതിന് റൂമൊന്നും കൊടുക്കണ്ട, അത് ബെഡ്ഷീറ്റിൻ്റെ ഇടയിൽ ഇരുന്നിട്ടാണെങ്കിൽ അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളും എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഓരോരോ ചെറിയ കാര്യങ്ങളും നമ്മൾ
ചോദിച്ച് ചോദിച്ച് മേടിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇതായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്. ഇത് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത് നടന്നില്ല. അപ്പം ഇതൊക്കെ ഒരു ഒട്ടും സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ, അല്ലെങ്കിൽ സിനിമ മാത്രം പാഷനേറ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഗോ ത്രൂ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആവട്ടെ, എന്തെങ്കിലും ഒരു നല്ല ഫേസ് ഉണ്ടാവുമ്പം അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യും. മേ ബി മറ്റുള്ള ആളുകളെക്കാട്ടി കൂടുതൽ ഞാൻ അത് എൻജോയ് ചെയ്യായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു. കുട്ടി പറഞ്ഞത് ദ ഡാർക്ക് സൈഡ് ഓഫ് സിനിമയാണ്. സിനിമയുടെ പിന്നാമ്പുറത്തെ മോശം അനുഭവങ്ങളാണ് ഈ കുട്ടി പങ്കുവെച്ചത്. ഇതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ, സിനിമയിലെ തന്നെ ആൾക്കാർ അഡ്രസ്സ് ചെയ്യാത്ത എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിക്ക്, അതായത് ഒരു നടിയായിട്ടുള്ള പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, ഇവിടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്നതും അതുപോലെ തന്നെ ഡാൻസിന് വരുന്നതും അങ്ങനെയുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്, സൈഡ് റോളൊക്കെ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾ, അവർക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഇതിലും അപ്പുറമായിരിക്കില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഈ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു നടക്കുന്ന സിനിമയിലുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അവരെന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നില്ല? എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നില്ല? അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം അവർ വാതുറക്കും. അല്ലാതെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ, ഇതുപോലെയുള്ള പെൺകുട്ടികളൊക്കെ സിനിമയിൽ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണോ ഒന്നും മനസ്സിലാക്കാൻ സമയമില്ല. എന്തായാലും ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഷൈൻ ടോം ചാക്കോ കിടന്ന് ചാടുന്ന ആ വീഡിയോ കണ്ടിട്ട് ദയവ് ചെയ്ത് ഈ പെൺകുട്ടിയെ പോയി സൈബർ അറ്റാക്ക് ചെയ്യരുത്. കാരണം നിങ്ങൾ ചെയ്യുന്നൊരു തെറ്റാണ്. കാരണം ആ പെൺകുട്ടി ഒരിക്കലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഷൈൻ ടോം ചാക്കോ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതും കേട്ടുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ഈ പെൺകുട്ടിയെ പോയി സൈബർ അറ്റാക്ക് ചെയ്യുന്നത് വളരെയധികം മോശമുള്ള കാര്യമാണ്. അങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ എല്ലാവർക്കും തരേണ്ട അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയി സൈബർ അറ്റാക്ക് ചെയ്യുന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ആ ഒരു ഭാഗം കണ്ടപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് തെറ്റിദ്ധരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഷൈനോട് ഒന്നേ പറയുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ദേവി ചെയ്ത് ഈ സ്വഭാവം ഒന്ന് മാറ്റി പിടിക്കുക. മറ്റുള്ളവർക്ക് അരോചകം ഉണ്ടാക്കാതെ താങ്കൾക്ക് സംസാരിക്കാമല്ലോ. എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങോട്ട് വെറുപ്പിക്കുന്നത്?